was lucky. I found what I loved to do early in life. Woz and I started Apple in my parents' garage when I was 20. We worked hard, and in 10 years, Apple had grown from just the two of us in a garage into a $2 billion company with over 4,000 employees. We just released our finest creation, the Macintosh, a year earlier, and I just turned 30. And then I got fired. The people who are crazy enough to think they can change the world are the ones who do. ഇത് സ്റ്റീവ് ജോബ്സിന്റെ വാക്കുകളാണ്. ആപ്പിളിന്റെ സഹസ്ഥാപകനും പിക്സാറിന്റെ മുൻ സിഇഒയുമായിരുന്ന അദ്ദേഹം 2005 സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നടത്തിയ പ്രസംഗം ഇന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്നു. You can't connect the dots looking forward. You can only connect them looking backwards. ആപ്പിൾ സ്ഥാപിച്ച ജോബ്സ് 30-ാം വയസ്സിൽ തന്നെ ആ കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അത് വലിയൊരു പരാജയമായി തോന്നിയെങ്കിലും പിന്നീട് അദ്ദേഹം നെക്സ്റ്റ്, പിക്സാർ തുടങ്ങിയ കമ്പനികൾ സ്ഥാപിച്ചു. പിക്സാറിൽ അദ്ദേഹം നിർമ്മിച്ച ടോയ് സ്റ്റോറി പോലുള്ള സിനിമകൾ അനേകം ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കി. അവസാനം ആപ്പിൾ വീണ്ടും ജോബ്സിനെ ക്ഷണിച്ചു. അവിടെ നിന്ന് ഐമാക്, ഐപോഡ് പോലുള്ള വിപ്ലവകരമായ ഉൽപ്പന്നങ്ങൾ ജനിച്ചു. നഷ്ടങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ല, അത് പുതിയ തുടക്കത്തിനുള്ള വാതിലാണ്. നിങ്ങളുടെ സ്വപ്നം പിന്തുടരുക, അതാണ് വിജയത്തിന്റെ രഹസ്യം. 2004 സ്റ്റീവ് ജോബ്സിന് പാൻക്രിയാറ്റിക് ക്യാൻസർ സ്ഥിരീകരിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ജീവിതത്തിന്റെ മൂല്യം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി. Your time is limited, so don't waste it living someone else's life. നിങ്ങളുടെ സമയം പരിമിതമാണ്, അതിനാൽ മറ്റുള്ളവരുടെ ജീവിതത്തിനായി സമയം കളയരുത്, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫോളിഷ്, അഥവാ വിശന്നിരുന്നാൽ എന്നും മണ്ടനായിരിക്കാം എന്നതായിരുന്നു. സ്റ്റീവ് ജോബ്സിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളിൽ പോലും പ്രതീക്ഷയും പ്രചോദനവും കണ്ടെത്താനാകും എന്നതാണ്.